മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം എ.പി. അബൂബക്കർ ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. മഹാനായ ഉസ്താദ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലരുന്ന വിഷയത്തിൽ ഇസ്ലാമിക വീക്ഷണം ഉസ്താദ് പറയുകയുണ്ടായി. ആണും പെണ്ണും ഇടകലരുന്നത് കനിച്ച ഹറാമാണ്, അത് ശക്തമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് എന്ന് ഉസ്താദ് പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ മഹാനായ ജിഫ്രി തങ്ങൾ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. തങ്ങൾ ഉസ്താദും പറഞ്ഞു, കാന്തപുരം ഉസ്താദ് പറഞ്ഞ നിലപാട് തന്നെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലപാട്. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ എന്തേ അങ്ങനെ ഇസ്ലാമിക കാര്യങ്ങളിൽ ശാഠ്യം പിടിക്കുന്നത്? ഒന്ന് മനസ്സിലാക്കിക്കോ സഹോദര, നമ്മുടെ ഉസ്താദുമാർക്ക് ഉള്ള ഒരു ഗുണം നിങ്ങൾക്കില്ല. ദീർഘവീക്ഷണം അഥവാ ബസാറത്ത് നളാറത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് മാത്രമുള്ളൊരു ഗുണമാണ്, ദീർഘവീക്ഷണം. ആ ദീർഘവീക്ഷണത്തിന്റെ പുറത്താണ് ഉസ്താദുമാർ അപ്രകാരം പറഞ്ഞത്. ആണും പെണ്ണും ഇടകലരണം, അതിൽ യാതൊരു കുഴപ്പമില്ല, പുതിയ കാലത്ത് അങ്ങനെ സാധ്യമാവൂ എന്ന് ശാഠ്യം പിടിക്കുമ്പോ നമ്മളൊന്ന് നോക്കുക, ക്യാമ്പസുകളിൽ കലാലയങ്ങളിൽ 15 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടികൾ ഗർഭിണികളാകുന്നു, 14 വയസ്സുള്ളവൻ ഉപ്പയായിട്ട് മാറുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് പറഞ്ഞത്